ഓക്കെ. ദ റേപ്പ് ഓഫ് ദ ലോക്ക്, കാൻറ്റോ 1. കാൻറ്റോ 1 എന്താ പറയണതെന്ന് വെച്ചാൽ അത് തുടങ്ങുന്നത് തന്നെ ലാറ്റിൻ ഇൻവോക്കേഷൻ ടു ദ മ്യൂസസ് എന്ന് പറഞ്ഞു. പോപ്പ് ബിഗിൻസ് ബൈ റിഫ്ലക്റ്റിംഗ് ഓൺ ഹൗ ഗ്രേറ്റ് സഫറിങ് ക്യാൻ അറൈസ് ഫ്രം ട്രിവിയൽ ഇവൻറ്റ്സ്. അതാണ് എൻ്റെ കീ തീമായിട്ട് പറയണത് കേട്ടോ. ഒരു ചെറിയ കാര്യത്തിന് എങ്ങനെയാണ് വലിയൊരു ഗ്രേറ്റ് സഫറിങ് വരുന്നത് എന്നുള്ളതാണ് ഒരു നോട്ട് ആ സെക്ഷൻ്റെ. ഇൻട്രൊഡ്യൂസസ് ദ സ്റ്റോറി ആസ് ടോൾഡ് ബൈ ഹിസ് ഫ്രണ്ട് ജോൺ കാരിൽ, ലിങ്കിങ് ദ ഫിക്ഷണൽ പോയിം ടു റിയൽ ലൈഫ്. കാരിൽ എന്ന് പറഞ്ഞ റെഫറൻസും പറഞ്ഞല്ലോ. ദ ഇൻവൊക്കേഷൻ ഓഫ് ദ മ്യൂസ് എസ്റ്റാബ്ലിഷസ് ദ എപ്പിക് സ്റ്റൈൽ. എപ്പിക് സ്റ്റൈൽ കൊണ്ടുവരാനാണ് കാരിൽ മ്യൂസിനെ ഇൻവോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ബെലിൻ്റെയും സിൽഫ്സും ആണ് അതിൽ ക്യാരക്ടർ പറയണത്. ബെലിൻ്റെ ഗാർഡിയൻ സിൽഫാണ് ഏരിയൽ. അപ്പോൾ ഏരിയൽ ബെലിൻ്റെനെ ഉറക്കുന്നു. എന്നിട്ട് ഒരു ഹൂ സെൻസ് ഹെർ എ ഡ്രീം ഓഫ് ഹാൻസം മാൻ. എന്നിട്ട് സിൽഫ്സ് എന്ന് പറയുന്നത് തന്നെ ഈ പ്രൊട്ടക്റ്റീവ് സ്പിരിറ്റ്സ് ആണ്. ആ കാലത്ത് ബ്യൂട്ടിഫുൾ യങ് ആയിട്ടുള്ള വിമൻ ഉറങ്ങുമ്പോഴൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിർത്തുന്ന സ്പിരിറ്റ്സ് ആയിട്ടാണ് സിൽഫിനെ കാണുന്നത്. ഈ സിൽഫ്സ് തന്നെയാണ് സുന്ദരികളുടെയൊക്കെ ആക്ഷനെയും അവരുടെ പ്രവൃത്തികളെയൊക്കെ ഗൈഡ് ചെയ്യണത് സൊസൈറ്റിയിൽ. അപ്പോൾ വിമൻ സോൾസ് ആർ കാറ്റഗറൈസ്ഡ് ആഫ്റ്റർ ഡെത്ത്. ആ മരണത്തിന് ശേഷം സ്ത്രീകളുടെ ആത്മാക്കൾ ഇങ്ങനെ അവരുടെ ക്യാരക്ടർ അനുസരിച്ച് പല സെക്ഷനായി പോകുന്നതാണ് പറയുന്നത്. ഫയറി നേച്ചറുള്ള സ്ത്രീകളുടെ സാലമാൻഡേഴ്സ് ആണ്, അവരുമായിട്ടാണ് പോവുക. സാലമാൻഡേഴ്സ് സ്പിരിറ്റ്സ് ആണ്. പിന്നെ വാട്ടർ സ്പിരിറ്റ്സിൻ്റെ ഒപ്പം പോവുക സോഫ്റ്റ് നേച്ചേർഡ് വിമൻ്റെ സ്പിരിറ്റ്സ് ആണ്. പിന്നെ ബ്രൂഡിഷ് എന്ന് പറഞ്ഞാൽ ഇത്തിരി സെക്ഷൽ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള അങ്ങനെയുള്ളവരുടെ സ്പിരിറ്റ്സ് പോവുക ജീനോംസിൻ്റെ ഒപ്പമാണ്. ഫ്ലേർട്ടിങ് ആയിട്ടുള്ള വിമൻ്റെ സ്പിരിറ്റ് പോവുക സിൽഫ്സിൻ്റെ ഒപ്പമാണ്. അങ്ങനെയാണ് പറയണത്. കോക്വെറ്റ്സ് എന്നും പറയുന്നുണ്ട്. ഫ്ലേർട്ടേഷ്യസിന് COQUETTES കോക്വെറ്റ്സ് എന്ന് പറയുന്നത്. അവർ സിൽഫിൻ്റെ ഒപ്പമാണ് പോവുക. അപ്പം അങ്ങനെ ഒരു ജെൻഡർ എക്സ്പെക്റ്റേഷനും സോഷ്യൽ പ്രഷർ ഓൺ വിമനൊക്കെയാണ് ഇവിടെ ഈ ഒരു കാൻറ്റോയിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഈ ബെലിൻ്റെനെ ഇങ്ങനെ ഏരിയൽസ് ഉറക്കണു, സ്വപ്നത്തിൽ ഇങ്ങനെ ഹാൻസം മാൻ വരുന്നു, എന്നിട്ട് ഈ സിൽഫ് വോൺ ചെയ്യാണ്, ഏരിയൽ ഇവളെ വോൺ ചെയ്യാണ് ആ സ്വപ്നത്തിൽ തന്നെ ഒരു ഇമ്മിനൻ്റ് ഡേഞ്ചർ വരാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിലിങ്ങനെ റെഫറൻസ് പറയുന്നുണ്ട് ചില വിമൻ മാലീഷ്യസ് ജീനോംസ് വഴി നാശാവണുണ്ട്. പിന്നെ പക്ഷേ ബെല്ലിൻ്റെ മാത്രം സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് അവളുടെ ലൈഫ് ഭയങ്കര എക്സൈറ്റിങ് ഗ്ലാമറസ് ഒക്കെയാണെന്നാണ് പറയണത്. പിന്നെ ഒരു കമ്പാരിസൺ വരുന്നത് ലൈഫ് അറ്റ് കോർട്ട് ഇസ് മോർ എപ്പിക്കലി കമ്പയർഡ് ടു എ ബാറ്റിൽ ഫീൽഡ്. ഇങ്ങനെയുള്ളൊരു ലൈഫിനെ ബാറ്റിൽ ഫീൽഡായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏരിയലിൻ്റെ വാർണിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഇമ്മിനൻ്റ് ഡിസാസ്റ്റർ ഉണ്ടെന്ന് ബെല്ലിൻ്റെ വാൺ ചെയ്യാണ് സ്വപ്നത്തിൽ വന്നിട്ട്. ബിവെയർ ഓഫ് മാൻ എന്നാണ് അവളോട് പറയുന്നത്. ബിവെയർ ഓഫ് മാൻ. അത് ചാസ്റ്റിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. പക്ഷേ എന്താ അവളുടെ ഉറക്കത്തിന് ശേഷം, ഇത് ഉറക്കത്തിലാണ്, എണീറ്റിട്ട് അവളുടെ ഡോഗിൻ്റെ പേര് ഷോക്ക് എന്നാണ്. ഷോക്കാണ് അവളെ ഉറക്കം എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവൾ ഈ സ്വപ്നം മറന്നു പോവാണ്. അത് കാണിക്കുന്നത് അവളുടെ ഒരു വാനിറ്റിയും സൂപ്പർഫിഷ്യാലിറ്റിയാണ്. അവൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അവളുടെ ബ്യൂട്ടിയിലാണ്. ഭയങ്കര ഒരുങ്ങണുണ്ട്. ആ ഒരുങ്ങണ ഡ്രസ്സിങ് സീനെയാണ് ദ ടോയ്ലറ്റ് സീൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടോയ്ലറ്റ് സീൻ സംഭവിക്കുന്നത് കാൻറ്റോ 1 അവളുടെ ഡ്രസ്സിങ് സീനാണ്. അതായത് അവൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസും ജെംസും ബൈബിളൊക്കെ ഉണ്ട് അവൾ റെഡി ആവുന്നിടത്ത്. പിന്നെ ഭയങ്കര ലവ് ലെറ്റേഴ്സ് ഉണ്ട്, കുറേ ഇങ്ങനെ ലക്ഷറിയസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, എക്സോട്ടിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു എപ്പിക്കിലെ ടോയ്ലറ്റ് സീനിനോട് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു സോഷ്യൽ ഡിസ്പ്ലേ ഇവിടെ കാണിക്കുന്നുണ്ട്. ഭയങ്കര പോഷ് കാണിക്കുക, ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുക. അവളുടെ ബ്യൂട്ടിയും അവൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒരു കോസ്റ്റ്ലി നേച്ചറൊക്കെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട്, ലക്ഷറിയസ് നേച്ചറൊക്കെ കാണിക്കുന്നതുകൊണ്ട് അതൊരു എപ്പിക്കിനായിട്ട് കണക്ട് ചെയ്തേക്കാണ്. പിന്നെ അവിടെ തന്നെ തീം വരുന്നത് അബ്സേർഡിറ്റി ഓഫ് വാനിറ്റിയാണ്, പൊങ്ങച്ചം. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് കൊളോണിയലിസം ഉണ്ട്. അതായത് ഓൾ അറേബ്യ, എല്ലാ എക്സ്പെൻസീവ് സാധനങ്ങളാണ് അവൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇക്വേറ്റിംഗ് ബ്യൂട്ടിഫിക്കേഷൻ വിത്ത് സ്പിരിച്വൽ റിലീജിയസ് ഡ്യൂട്ടീസ്. പിന്നെ ഇവളെ ഒരുങ്ങണ ഈ ടോയ്ലറ്റ് സീനിൽ ബെലിൻ്റെ ആണ് ഗോഡസ്സായിട്ട് കമ്പയർ ചെയ്തത്. എപ്പിക്കായിട്ട് കമ്പയർ ചെയ്യാണല്ലോ എപ്പോഴും, മോക്ക് എപ്പിക്കാണല്ലോ. അപ്പോൾ ബെലിൻ്റെ ഗോഡസ്സായിട്ടും അവളുടെ പേജൻ പ്രീസ്റ്റസ് ആയിട്ടാണ് ബെറ്റി, അവളുടെ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ അവളുടെ മെയ്ഡാണ് ബെറ്റി, BETTY. ബെറ്റീന് പേജൻ പ്രീസ്റ്റസ്, ഗോഡസിന് ഒരു പ്രീസ്റ്റസ് ഉണ്ടാവുമല്ലോ എപ്പിക്കിൽ, അപ്പോൾ പ്രീസ്റ്റസ് ആയിട്ടാണ് കമ്പയർ ചെയ്യണത് ബെറ്റീനെ.
പിന്നെ ഡ്രസ്സിങ് ടേബിളിനോ ആൾട്ടാറായിട്ടാണ് പറയണത്. അപ്പോൾ അങ്ങനത്തെ ആ കമ്പാരിസൺ എപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ. അങ്ങനെ മൊത്തം ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ട്രിവിയാലിറ്റി ഓഫ് കോർട്ട് ലൈഫാണ്. എപ്പോഴും ആ മൈനർ ഇൻസിഡൻറ്റിനെ എപ്പിക് പ്രൊപ്പോർഷനായിട്ട് കാണിച്ചേക്കാണ്. പിന്നെ വാനിറ്റി ബ്യൂട്ടി, ജെൻഡർ, സോഷ്യൽ പ്രഷർ, മോക്ക് ഹീറോയിക് സ്റ്റൈൽ, ആംബിഗ്വിറ്റി ഓഫ് ഫ്രീ വിൽ. അതായത് അവൾക്കൊരു ഫ്രീ വില്ലില്ല, എപ്പോഴും സൂപ്പർ നാച്ചുറൽ ഫോഴ്സസാണ് അവളെ ഗൈഡ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ആംബിഗ്വിറ്റി ഓഫ് ഫ്രീ വില്ലും ആണ് മെയിൻ തീംസായിട്ട് വരുന്നത് ക്യാൻറ്റോ 1. ഇനി ക്യാൻറ്റോ 2